നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി ഈ മാസം 11-ന് കൊച്ചിയിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാഹുൽ ഗാന്ധി നടത്തിയതുപോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങളാകില്ല പ്രധാനമന്ത്രി നടത്തുക എന്ന് ബിജെപി നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റുമായി കോൺഗ്രസ് ബിജെപി നേതാക്കൾ ഡൽഹിയിൽ. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് കെ സുധാകരൻ. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ. നാട്ടിക CPIയുടെ പേയ്മെന്റ് സീറ്റെന്നും ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി നൽകുമെന്ന് ഗീതാഗോപി. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി. മഹാനടനെ മനസ്സിലാക്കണമായിരുന്നുവെന്നും മനസ്സിന് വിഷമമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി ഇടപെട്ടത് സതുദ്ദേശത്തോടെയെന്നും മുഖ്യമന്ത്രി. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടുവെന്ന് ഭാര്യ. മുൻ DGP ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സഹായം തേടിയെങ്കിലും പോലീസ് ഇടപെട്ടിട്ടില്ലെന്നും വിമർശനം. പ്രണയം ഒരു കുറ്റമല്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പെന്നും KB ഗണേഷ് കുമാർ. LDF യോഗം നാളെ. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാൻ. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ. KSRTCയിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ കോടതി മേൽനോട്ടം വഹിക്കും. നഷ്ടം സഹിച്ചും KSRTC എന്തിന് പ്രവർത്തിക്കുന്നുവെന്ന് സുപ്രീം കോടതി. എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ ബാരലിന് $114. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടിഞ്ഞ ഇന്ത്യൻ വിപണിയും ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം കുറഞ്ഞ് സർവകാല തകർച്ചയിൽ. സ്വർണ്ണവില പവന് 1440 രൂപ കുറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. സൗദിയിൽ ഷെയ്ബ ഓയിൽ ഫീൽഡിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം തടഞ്ഞ് സൗദി. ബഹ്റൈനിലെ സിത്രയിൽ ഇറാൻ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്ക്. മുജ്തബ ഖമനിയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച ഇറാൻ പണ്ഡിത സഭ അംഗീകരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 10ാം ദിവസവും കനത്ത ആക്രമണവും തുടർന്ന് ഇറാനും ഇസ്രയേലും. യുദ്ധമേഖലയിൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ധന പ്രതിസന്ധിയുടെ സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്നും മന്ത്രി. പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBIക്കെതിരായ പരാമർശങ്ങൾ സ്റ്റേ ചെയ്ത് ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതി വിധിയിലെ പരാമർശങ്ങൾക്ക് സ്റ്റേ. CBI ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. CBI ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പ് തല നടപടികളും കോടതി തടഞ്ഞു. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം. തുടരന്വേഷണ ഹർജിയിൽ വിധി ഈ മാസം 12-ന്. പോലീസ് അന്വേഷണത്തിൽ പിഴവുകൾ കാണിച്ച് തുടരന്വേഷണത്തിന് ഹർജി നൽകിയത് ഭാര്യ മഞ്ജുഷ. പക്ഷപാതപരമായാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതെന്ന് ഹർജിയിലെ ആരോപണം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.